ഈ റൂമർ സ്പ്രെഡ് ചെയ്യണ എന്താണെന്ന് എനിക്കറിയില്ല. ജോർജിയയിലെ നഴ്സിംഗ് സ്റ്റുഡൻസിന് GCCയിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. അതുമല്ല, ഈ അഡ്മിഷൻ ചെയ്യുന്നവർക്ക് എന്തും പറയാം. ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുടെ ഒപ്പീനിയൻ നിങ്ങൾ തിരക്കണം. സോ ഇതിൻ്റെ അകത്തുള്ള സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതുവരെ ജോർജിയ എന്ന് പറയുന്ന രാജ്യത്തു നിന്ന് ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷന് ഒരു നഴ്സിംഗ് ലൈസൻസ് പോലും പോയിട്ടില്ല. അതിനർത്ഥം ഇനി യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ, അതുപോലെ തന്നെ SCU, ഗ്രൂണി, ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി, അങ്ങനെ ഇനി ടിബിലിസി ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസിന് പഠിച്ച് പാസ് ഔട്ട് ആവുന്ന നഴ്സിംഗ് സ്റ്റുഡൻസാണ് ഇനി ആദ്യത്തെ ഡേറ്റ ഫ്ലോ വെരിഫിക്കേഷനിലേക്ക് പോണേ. സോ എന്താണ് ഡേറ്റ ഫ്ലോ? ഡേറ്റ ഫ്ലോ എന്ന് പറയുന്നത് നിങ്ങളുടെ നഴ്സിംഗ് ലൈസൻസ് അവിടെ ഗൾഫ് കൺട്രീസിൽ എല്ലാവർക്കും ഒരേ സിസ്റ്റമാണ് നിങ്ങളുടെ ഡേറ്റ ഫ്ലോ ചെയ്യുന്നത്. മീൻസ് ഓരോ കൺട്രിക്കും ഓരോ ലൈസൻസിങ് എക്സാം ആയിരിക്കും. ഫോർ എൻ എക്സാമ്പിൾ, അബുദാബിക്ക് ഹാഡ്, ദുബായ്ക്ക് DHA, സൗദി, ഒമാൻ, കുവൈറ്റ് പ്രോമെട്രിക് എക്സാം. സോ ഈ എക്സാംസ് ക്ലിയർ ചെയ്തതിനു ശേഷം ഡേറ്റ ഫ്ലോയ്ക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഡേറ്റ ഫ്ലോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആണ്. കാര്യം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് അവർ തറവായിട്ട് ചെക്ക് ചെയ്ത് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്കുള്ള ലൈസൻസ് ഇഷ്യൂ ചെയ്യത്തുള്ളൂ. സോ ആഫ്റ്റർ ഗെറ്റിംഗ് എ ലൈസൻസ്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്യുന്ന നഴ്സുമാർ ഒരു കണക്കിന് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, ദുബൈയിൽ പോകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ DHA ക്ലിയർ ചെയ്തിട്ട് ദുബൈയിൽ വിസിറ്റിംഗ് എടുത്ത് പോയി ആസ്റ്ററിലൊക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന നഴ്സുമാരുണ്ട്. അല്ലാതെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്ത് പോകുന്നവരുണ്ട്. ദി മാറ്റർ ഓഫ് ഫാക്ട് ഈസ് ദാറ്റ് സ്റ്റിൽ ഞാൻ പറയുന്ന ഇത്രേ ഉള്ളൂ, നിങ്ങൾ കാര്യങ്ങൾ തിരക്കി അറിയുക. തിരക്കുമ്പോൾ നമ്മൾ ഈ ChatGPT മാത്രം ആശ്രയിച്ചിട്ട് കാര്യമില്ല.